സാർ പറഞ്ഞത് വളരെ ശരിയാണ്. പണത്തെപ്പറ്റി വളരെ തെറ്റായിട്ടുള്ളൊരു അവബോധമാണ് ചെറുപ്പം മുതൽ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത്. ഇനി മറ്റെന്തൊക്കെ വിശ്വാസങ്ങളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? ഇതുപോലെ തന്നെ വളരെ സീരിയസ് ആയ ഒരു സംഗതിയാണ് ഈ സെയിൽസ് ജോബിനെ കുറിച്ച്. വളരെ ചെറുപ്പം മുതൽ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവബോധം വളരെ തെറ്റാണ്. കാരണം ആളുകൾ വിചാരിക്കുന്നത് ഈ സെയിൽസ് ജോബ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു തട്ടിപ്പിൻ്റെ ജോലിയാണെന്നാണ്. അതായത് ആരെയും പറഞ്ഞ് പറ്റിക്കുന്നവരാണ് സെയിൽസ് ജോബ് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് പലരും വിശ്വസിക്കുന്നത്. മാത്രമല്ല ഇത് കള്ളം പറയുന്നവരുടെയും അല്ലെങ്കിൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നവരുടെയും ഒരു തൊഴിലാണ് സെയിൽസ് ജോബ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പറയും ബിരുദന്മാർക്ക് മാത്രമേ സെയിൽസ് ജോബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എല്ലാ തരം തരികിടകളും ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് സെയിൽസ് ജോബ് എന്നാണ് പല ആളുകളും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. അതിന് പല കാരണങ്ങളുമുണ്ട്. ചെറുപ്പത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ ഈ ബാഗും ഒക്കെ ആയിട്ട് നമ്മുടെ നാടുകളിലൊക്കെ വീടുകളിലൊക്കെ കയറി ഡോർ ടു ഡോർ സെയിൽ ചെയ്യാൻ വേണ്ടി പലരും വരും. അതെല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ചുരുക്കം ചില ആളുകൾ മോഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ സെയിൽസ് ജോബുമായിട്ട് വരുന്നവർ മോഷ്ടിക്കുന്നവരാണെന്ന് വരെ ഇവർ തട്ടിക്കാൻ വരുന്നവരാണെന്ന് വരെയാണ് നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ ആളുകൾ വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ വാസ്തവം അതല്ല. ഈ ലോകത്ത് ഞാൻ പല പ്രൊഫഷനും, അതായത് ഞാനൊരു ബേസിക്കലി ഒരു കമ്മ്യൂണിക്കേറ്റർ ആയിരുന്നു. അതുകൂടാതെ തന്നെ ഞാൻ പല പ്രൊഫഷനിൽ, അതായത് ടീച്ചിങ് പ്രൊഫഷനിൽ വളരെ വർഷങ്ങളായിട്ട് 26 വർഷമായിട്ട് ടീച്ചിങ് പ്രൊഫഷനിൽ തന്നെയാണ്. പക്ഷേ ഞാൻ ഒരുപാട് ജോബ് ചെയ്തു. ഒരു റൈറ്റർ എന്ന നിലയിൽ, ഒരു കമ്മ്യൂണിക്കേറ്റർ എന്ന നിലയിൽ, അങ്ങനെ പല ജോബുകൾ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയതും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് സെയിൽസ് ജോബ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് സെയിൽസ് ജോബ് അങ്ങനെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് ചോദിച്ചാൽ, ലോകത്തിൽ ഇത്രമാത്രം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തൊഴിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, മറ്റെന്ത് തൊഴിലിനും ഒരു പരിധിയുണ്ട്. കാരണം അവരുടെ മുമ്പിൽ വരുന്ന പേഷ്യൻസിനെ നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർക്ക് വെക്കാവുന്ന ബിൽഡിങ്ങിന് ഒരു പരിധിയുണ്ട്. പക്ഷേ ഒരു സെയിൽസ് പേഴ്സണെ സംബന്ധിച്ച് എനോർമസ് പൊട്ടൻഷ്യലാണ്, ഓപ്പർച്യൂണിറ്റിയാണ് അവരുടെ മുമ്പിലുള്ളത്. ഒന്ന്, ലോകത്തിൽ ഏറ്റവും അധികം വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ജോബ് സെയിൽസ് ആണെന്ന് നമ്മൾ അൺകോൺഷ്യസ്ലി വിശ്വസിക്കണം. അപ്പോൾ നമുക്ക് ആ സെയിൽസ് ജോബിനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കും. അതിനെ വെറുക്കുന്നതിന് പകരം സെയിൽസ് ജോബിനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിൽ ഇത്രമാത്രം ട്രാവലിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള മറ്റൊരു പ്രൊഫഷൻ ഉണ്ടോ എന്ന് സംശയമാണ്. മറ്റാര് ക്ലെയിം ചെയ്താലും ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ലോകത്തിൽ ഇത്രമാത്രം ട്രാവലിംഗ് ഓപ്പർച്യൂണിറ്റി ഉള്ള മറ്റൊരു പ്രൊഫഷൻ ഇല്ലെന്ന് തന്നെ പറയാം. അത് സെയിൽസ് ജോബാണ്. അപ്പോൾ നമ്മൾ അൺകോൺഷ്യസ്ലി നമ്മൾ വിശ്വസിക്കണം സെയിൽസിൽ ട്രാവലിംഗ് ഓപ്പർച്യൂണിറ്റി ഏറ്റവും കൂടുതലാണ്. അപ്പോൾ നമ്മൾ സെയിൽസ് ജോബിനെ ഇഷ്ടപ്പെടും. ഇനി മൂന്നാമത്തൊരു കാര്യം, സെയിൽസ് ജോബിനോളം കോൺടാക്ട്സുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന, അതായത് എല്ലാ തരത്തിലുള്ള വ്യക്തികളുമായിട്ട് നമുക്ക് ബന്ധം പുലർത്താൻ പറ്റും. അത് ഏറ്റവും താഴേക്കിടയുള്ള ആൾ മുതൽ ഏറ്റവും മുകളിലുള്ള ആൾ വരെയുള്ള ആളുകളുമായിട്ട് നമുക്ക് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അവസരം കിട്ടുന്ന മറ്റേതൊരു പ്രൊഫഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം നമ്മളുടെ വിശ്വാസങ്ങളിൽ ഇപ്പം നമ്മുടെ മനസ്സ് സെയിൽസ് ജോബ് മോശമാണെന്ന് തോന്നുന്നിടത്ത് സെയിൽസിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങാം. ഒന്ന്, അതിൻ്റെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്, ട്രാവലിംഗ് ഓപ്പർച്യൂണിറ്റി, കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള കഴിവ്. പിന്നെ അതുകൂടാതെ തന്നെ ഈ സെയിൽസ് പേഴ്സൺ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, അവർക്ക് പ്രായമാവില്ല. കാരണം എന്താ വെച്ചാൽ അവരെപ്പോഴും അപ്ഡേറ്റഡ് ആണ്. അവരുടെ വസ്ത്രധാരണത്തിലാണെങ്കിലും അവർ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റിലാണെങ്കിലും അതൊക്കെ ലേറ്റസ്റ്റ് ഐറ്റംസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. എന്നാൽ സാധാരണക്കാരൻ്റെ കയ്യിൽ ഒരു കീറിയ പേഴ്സും അല്ലെങ്കിൽ മൊബൈൽ കവർ കീറിയൊക്കെ കാണും. പക്ഷേ സെയിൽസ് പേഴ്സൻ്റെ കയ്യിൽ കാണില്ല. അവൻ്റെ ഡ്രസ്സുകൾ ഒക്കെ വളരെ ടിപ് ടോപ്പായിട്ട് മെയിൻറ്റെയിൻഡ് ആയിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് സംഭവിക്കുന്ന പറഞ്ഞാൽ ഇവർക്ക് ഏജിങ് പ്രോസസ്സ് വളരെ കുറവാണ്. ഈ സെയിൽസ് പേഴ്സൺ നോക്കിക്കഴിഞ്ഞാൽ ഏജിങ് പ്രോസസ്സ് വളരെ കുറവാണ്, ഹെൽത്തി ആയിരിക്കും. മാത്രമല്ല അവർക്ക് പലപ്പോഴും ഈ സെയിൽസ് പ്രൊഫഷന് അവരുടെ ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഫിറ്റ്നസ്സിലൊക്കെ അവർ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ അവരുടെ മാത്രമല്ല ഇവരുടെ ഈ മൊബിലിറ്റി ഇവർക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും. അതായത് വെറുതെ ഒരിടത്ത് കുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയെ അപേക്ഷിച്ച് ട്രാവൽ ചെയ്യുകയും ആൾക്കാരെ കാണുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയുടെ ആരോഗ്യം മെച്ചമായിരിക്കും. അപ്പം സെയിൽസിന് ഇന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഫുൾ ഡേ പറയാൻ അത്രമാത്രം നേട്ടങ്ങളുണ്ട് സെയിൽസ് പ്രൊഫഷനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ വ്യത്യസ്തമായ ഭാഷകൾ പഠിക്കാൻ ഇതുപോലെ അവസരം കിട്ടുന്നൊരു തൊഴിലില്ല. കാരണം ഒന്നിലധികം ഭാഷകൾ പഠിക്കാൻ ഇതുപോലെ അവസരം വേറെ ഏതെങ്കിലും പ്രൊഫഷൻ കിട്ടുമെന്ന് സംശയമാണ്. ട്രാവൽ ചെയ്യേണ്ടതുകൊണ്ടും ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടതുകൊണ്ടും. അതുപോലെ തന്നെ ഇവരിലൊരു അഭിനേതാവുണ്ട്, ഒരു കഥാകൃത്തുണ്ട്, ഒരു സംവിധായകനുണ്ട്, എല്ലാം ഉണ്ട്. ഒരു റൊമാൻറ്റിക് പേഴ്സണാണ് അയാൾ, ഒരു ലവർ ആവും എല്ലാ രീതിയിലും. കാരണം അയാൾക്ക് ഇത് ഒരു നല്ല ഇൻഡ്യൂഷൻ, കാരണം നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന ഇൻഡ്യൂഷനെ കുറിച്ച് ഞാൻ പറയാം. അതായത് ഈ ടാരറ്റ് റീഡിംഗ് ഒക്കെ കണ്ടിട്ടില്ലേ? ടാരറ്റ് റീഡിങ്ങിലൊക്കെ ഇൻഡ്യൂഷനാണ് വർക്ക് ചെയ്യുന്നത്. അത് സെയിൽസ് പേഴ്സണെ സംബന്ധിച്ച് ഇങ്ങനെ നിരന്തരം സെയിൽസ് പ്രൊഫഷനും കസ്റ്റമറെ അസസ് ചെയ്തും അനലൈസ് ചെയ്തും അയാളുടെ ഇൻഡ്യൂഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. അങ്ങനെ സെയിൽസ് ജോബിനെ കുറിച്ചുള്ള തെറ്റായ അവബോധം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ സെയിൽസിന് തീർച്ചയായിട്ടും നമ്മൾ സക്സസ്ഫുൾ ആവും. അപ്പം രണ്ടാമത്തെ നമ്മൾ മാറ്റേണ്ട വിശ്വാസം സെയിൽസിനെ കുറിച്ചുള്ള തെറ്റായ അവബോധമാണ് മാറ്റേണ്ടത്. മറ്റെന്ത് വിശ്വാസത്തെയാണ് സാർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇനി പ്രധാനമായും 2 വിശ്വാസങ്ങളെ കൂടെ നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ എംപ്ലോയറെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം. പ്രത്യേകിച്ച് എടുത്തു പറയട്ടെ, നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞാൽ
കുറ്റം കണ്ടുപിടിക്കൽ മലയാളികളുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്. അത് ഏറ്റവും കൂടുതൽ അവർക്ക് ജോലി കൊടുക്കുന്ന ആളിനെ കുറിച്ചുള്ള കുറ്റമാണ് അവർ കൂടുതൽ കണ്ടെത്താൻ ശ്രമിക്കുക. അത് ഒരു വ്യക്തി സെയിൽസിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് അയാളുടെ എംപ്ലോയറെ വിശ്വസിക്കണം. പലപ്പോഴും നമ്മുടെ സംരംഭകർക്കും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പൈസയുള്ള ആളുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ബിസിനസ്സുകാരെക്കുറിച്ചൊക്കെ പുറത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും തെറ്റായ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പല വിശ്വാസങ്ങളും അവരുടെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ എംപ്ലോയറെ കുറിച്ച് അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇപ്പം ലിജയുടെ എംപ്ലോയറെ കുറിച്ചൊരു സംശയം ഉണ്ടെങ്കിൽ അതിന് ആധികാരികമായ ഡോക്യുമെന്റുകൾ ഉണ്ടാവും. കമ്പനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനും ആ ഡയറക്ടറെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനും. ഇനി ഒന്നുമല്ലെങ്കിൽ അതിൻ്റെ ആളോട് നേരിട്ട് ചോദിക്കുക, സാർ ഞാൻ നിങ്ങളെക്കുറിച്ച് ഇങ്ങനൊരു വാർത്ത കേൾക്കുന്നു, അതെൻ്റെ വിശ്വാസത്തെ ബാധിക്കുന്നുണ്ട്, അതുകൊണ്ട് അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരാമോ? തീർച്ചയായിട്ടും ബുദ്ധിമാനായ ഒരു എംപ്ലോയറും പറയത്തില്ല ഞാൻ അത് ക്ലാരിഫൈ ചെയ്ത് തരത്തില്ല എന്ന്. കാരണം അതാണ് അതിൻ്റെ ശരിയായ രീതി. അപ്പം നമ്മൾ നമ്മുടെ എംപ്ലോയറെ കുറിച്ച് ശരിയായൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ആ എംപ്ലോയറുടെ പ്രൊസീജിയറും പോളിസീസും മറ്റും നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എംപ്ലോയറെ കുറിച്ച് ശരിയായൊരു വിശ്വാസം ഉണ്ടാവുക. ഇനി മറ്റ് പരമപ്രധാനമായൊരു കാര്യം, നിങ്ങളുടെ പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണം. ഇത് ഞാൻ ഒരുപാട് സെയിൽസുകാരെ ട്രെയിൻ ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാര്യം, പ്രൊഡക്റ്റിൽ വിശ്വാസമില്ലാതെ വർക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അത് സക്സസ് ആകാൻ കഴിയില്ല എന്നുള്ളവർക്കുണ്ട്. അത് അണ്ടർലൈൻ ഇട്ട് പറയാം. കാരണം അവർക്ക് എപ്പോഴും ഒരു ഭീതിയാണ്. അത് പ്രത്യേകിച്ച് ഈ ചിട്ടി കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, മൈക്രോ ഫിനാൻസ് ചിട്ടി കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സംഭവം എപ്പോൾ പൊളിയും, ഞാൻ ആളുകളെ ചേർത്ത് കഴിഞ്ഞാൽ എപ്പോൾ പൊളിയും എന്നുള്ള, എനിക്ക് പ്രശ്നമാകുമോ എന്നുള്ള ധാരണയിൽ ഒരു ഇൻട്രീം അറേഞ്ച്മെന്റിൽ കുറച്ച് നാളത്തേനൊരു ജോലി വേണം, എങ്ങനെയെങ്കിലും അടുത്തൊരു ജോലി കിട്ടുന്നവരെ നിൽക്കാമെന്നും പറഞ്ഞിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് സെയിൽസ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് അത് ആധികാരികമായ നോളജ് ഉണ്ടാവണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, എംപ്ലോയറെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും നോളജ് ഉണ്ടായാൽ നമുക്ക് സെയിൽസ് സക്സസ്ഫുൾ ആകാം. ഒരു സെയിങ് ഉണ്ട്, നമുക്ക് വിശ്വാസമില്ലാത്ത ഒരു എംപ്ലോയറോട് കഴിയുന്നതും അവിശ്വസ്തയായ അല്ലെങ്കിൽ അവിശ്വസ്തനായ ഒരു ലൈഫ് പാർട്ണറോട് കഴിയുന്നതും തുല്യമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ലൈഫ് പാർട്ണറെ നമുക്ക് വിശ്വാസമില്ല, അയാളുടെ കൂടെ കഴിയുന്നതും അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കാത്തൊരു എംപ്ലോയറുടെ കൂടെ കഴിയുന്നതും ഒരുപോലാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചും എംപ്ലോയറെ കുറിച്ചും ശരിയായ വിശ്വാസം ഉണ്ടാവുക, അത് അൺകോൺഷ്യസ്ലി ഉണ്ടാവുക, എന്നാൽ മാത്രമേ 60% ഇൻഫ്ലുവൻസ് ചെയ്യത്തുള്ളൂ. അത് നമ്മുടെ സെയിൽസിൻ്റെ സക്സസിനെ വലിയ തോതിൽ ബാധിക്കും. ഇത് പറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ കാര്യം, കംപ്ലീറ്റ് ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ അൺകോൺഷ്യസ് ലെവലിൽ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ സൃഷ്ടിക്കാതെ സെയിൽസ് സക്സസ് ആവുക ബുദ്ധിമുട്ടാണ്. ഓക്കെ, വളരെ ശരിയാണ്. ഇത് കൂടാതെ മറ്റെന്തൊക്കെ വിശ്വാസങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ അറിയാതെ തന്നെ ഇനിയും നമ്മുടെ മനസ്സിൽ കരുതിയിരിക്കുന്ന ചില തെറ്റായ ധാരണകൾ. ഒന്ന്, ഞാൻ ഈ അടുത്തിടയ്ക്ക് കേരളത്തിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഒരു തകർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് സ്ഥാപനത്തിൽ ഒരു കൺസൾട്ടൻസിയുടെ ആവശ്യമായിട്ട് പോയി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ 200 കോടി ടേൺ ഓവർ ഉണ്ടായിരുന്ന കമ്പനി ഇന്ന് 2 ലക്ഷം പോലും ടേൺ ഓവർ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പരിതാപകരമായി കൂപ്പുകുത്തി. അപ്പോൾ അതിൻ്റെ ഓണർ, എന്നാൽ ഏകദേശം ഒരു 35 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടൊരു ഓണറെയാണ് ഞാൻ നേരിട്ട് കാണുന്നത്. അപ്പോൾ പുള്ളി പിന്നെ ആകെ സാധാരണ 200 കോടിയിൽ നിന്ന് 2 ലക്ഷത്തിലേക്ക് വരുന്നൊരവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് ആകെ തകർന്നിരിക്കും. അപ്പോൾ ഈ പുള്ളിയോട് ഞാൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ സെയിൽസ് കംപ്ലീറ്റ്ലി ഒന്ന് ചേഞ്ച് ചെയ്യണം, അതിനൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു അപ്രോച്ച് വേണം. അപ്പം ശരി, സമ്മതിച്ചു. അപ്പം ഞാൻ പുള്ളിക്ക് ഒരു ഹാഫ് ഡേ പുള്ളിക്ക് തന്നെ ഒരു ക്ലാസ്സൊക്കെ കൊടുത്തു, ഹിപ്നോട്ടിക് സെല്ലിങ്ങിനെ കുറിച്ചും സയൻറ്റിഫിക് സെല്ലിങ്ങിനെ കുറിച്ചൊക്കെ ക്ലാസ്സൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ പറഞ്ഞെന്നാൽ ഞങ്ങൾക്കൊരു ട്രെയിനിങ് ഓർഗനൈസ് ചെയ്താൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ട്രെയിനിങ്ങിന് ചെല്ലുന്നു. ട്രെയിനിങ് ചെല്ലുമ്പോൾ പുള്ളി ഒരു 10-15 അവശേഷിക്കുന്ന സെയിൽസ് സ്റ്റാഫിനെ വെച്ചിട്ട് പുള്ളി പെട്ടെന്ന് പറയുകയാണ്, ഇവരെ കൊണ്ട് ഒന്ന് സെയിൽസ് പഠിപ്പിച്ചെടുക്കണം. അതായത് സെയിൽസ് പഠിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ, അപ്പം പുള്ളി വിചാരിക്കുന്നത് ഇതൊരു സ്വിച്ച് ഇട്ടാൽ നടക്കുന്ന സംഗതിയല്ല. സെയിൽസിനൊരു സിസ്റ്റം ഉണ്ടാവണം. ആ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ട്രെയിനിങ്. അപ്പോൾ ആദ്യം നമ്മൾ എംപ്ലോയേഴ്സ് ആദ്യം വിശ്വസിക്കേണ്ടത് സെയിൽസിന് ഒരു സിസ്റ്റം ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കണം. ആ സിസ്റ്റത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ തന്നെ ഈ ഒരു സംഭവം ഞാൻ എടുത്തു പറയാൻ കാരണം, ഒന്ന്, എങ്ങനെയാണ് സെയിൽ ക്ലോസ് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കാമോ, അവർ സെയിൽ ക്ലോസ് ചെയ്യട്ടെ. അങ്ങനെ നടക്കില്ല. കാരണം ഇത് ഗ്രാജുവലായിട്ട് പഠിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പം ഒന്നാമത്തെ, നമുക്ക് ഒരു സിസ്റ്റം വേണമെന്നുള്ള വിശ്വാസം നമുക്കുള്ളിലുണ്ടാവണം, നമ്മുടെ അൺകോൺഷ്യസ്ലി വിശ്വസിക്കണം. രണ്ടാമത്തത്, ട്രെയിനിങ് വേണമെന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം. കാരണം ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് 84% പ്രൊഡക്റ്റീവാണ്. പലരും ഈ ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. മറ്റ് സംസ്ഥാനങ്ങളിൽ ഞാൻ കണ്ടിടത്തോളം കൂടുതൽ ട്രെയിനിങ്ങിന് പണം മുടക്കാൻ മറ്റ് സംസ്ഥാനത്തുള്ള ആളുകൾ തയ്യാറാണ്. കേരളത്തിൽ അതില്ല. അപ്പോൾ ഇവിടെ 85% ആളുകൾ, 85% പ്രൊഡക്ടിവിറ്റി കൂടുതലാണ് ട്രെയിൻഡായ ആളുകൾക്ക്. മാത്രമല്ല എറർ വളരെ കുറവായിരിക്കും. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ എറർ വളരെ കുറവായിരിക്കും. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ട്രെയിനിങ് വേണമെന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, റെഗുലറായിട്ടുള്ള മോണിറ്ററിങ് വേണമെന്നുള്ള വിശ്വാസം വേണം.
നമ്മുടെ ആളുകൾ വിചാരിച്ചിരിക്കുന്നില്ല ഒരിക്കൽ ഇവരെ അങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരങ്ങ് നടന്നോളും കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ ക്വാളിഫൈഡ് ആണെങ്കിൽ കാര്യങ്ങൾ നടന്നോളും. ഇല്ല, മനുഷ്യന് അത്ര മെമ്മറി ഒന്നുമില്ല. മനുഷ്യൻ ഇന്ന് ഇൻട്രാക്ട് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമേ അവന് ഫോക്കസ് ചെയ്യാൻ കഴിയുള്ളൂ. വളരെ കുറച്ച് 3% ആളുകൾക്ക് മാത്രമേ ഉള്ളൂ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവൻ്റെ കർത്തവ്യത്തിൽ ഉറച്ചു നിന്ന് മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അപ്പം നമ്മൾ ഈ ബാറ്ററിയുടെ കാര്യം പറഞ്ഞ പോലെയാണ് മനുഷ്യൻ്റെ കാര്യം. ലോകത്തിൽ ചാർജ് ചെയ്യപ്പെടേണ്ടാത്ത ബാറ്ററികളില്ല. ഏത് ബാറ്ററിയും ചാർജ് ചെയ്യപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു ഇരുമ്പ് പ്ലേറ്റിനെ പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയും. കാരണം ഒരു ഇരുമ്പ് പ്ലേറ്റിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ആ ഇരുമ്പ് പ്ലേറ്റിനെ നമ്മൾ നിരന്തരം പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് സ്റ്റീലിനേക്കാളും തിളങ്ങും. നമ്മൾ റെയിൽവേ ട്രാക്കൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അതെന്നും ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്ന പാളം നന്നായിട്ട് തിളങ്ങും. പക്ഷേ ഒരു ദിവസം നമ്മൾ അത് മിനുക്കുന്നത് മുടക്കിയാൽ ആദ്യത്തെ ദിവസം അത് ഡിമ്മാവും, പിന്നത്തെ കുറച്ച് ദിവസത്തിനുള്ളിൽ അത് ഡാർക്കാവും, കുറച്ച് ദിവസത്തിനുള്ളിൽ അത് ബ്ലാക്ക് ആവും, പിന്നെ അത് തുരുമ്പാവും. ആ തുരുമ്പിൽ പിന്നെ ഈ ആക്രി വാങ്ങുന്നവർ പോലും എടുക്കാത്തൊരവസ്ഥയിലേക്ക് തുരുമ്പ് പൊടിയായി മാറും. മനുഷ്യൻ ഇതിൽ നിന്ന് വ്യത്യസ്തനല്ല. കാരണം മനുഷ്യനും നിരന്തരം പോളിഷ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും നിരന്തരം അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും വേണം. അപ്പോൾ എംപ്ലോയർ ആദ്യം എന്ത് ചിന്തിക്കണം? എൻ്റെ ജീവനക്കാർക്ക് നിരന്തരം ട്രെയിനിങ്ങും നിരന്തരം മോണിറ്ററിങ്ങും ഉണ്ടെങ്കിൽ മാത്രമേ അവർ സെയിൽസിൽ സക്സസ്ഫുൾ ആകൂ എന്ന് അവർ അൺകോൺഷ്യസ്ലി വിശ്വസിക്കണം.